എന്തിനാ വീണ്ടും സംസാരിക്കുന്നത്? എന്റെ TP ഇപ്പോഴും ഇത്രയും വർഷമായി, 12-13 വർഷമായി, ഇനിയും നിങ്ങൾ സംസാരിക്കണോ എന്നാണ് നമ്മളോടുള്ള ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇനിയും സംസാരിക്കുന്നതിന്റെ ഇവിടുത്തെ എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും സഖാക്കന്മാരുണ്ടെങ്കിൽ സഖാക്കളെ, ഞങ്ങൾ സംസാരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങൾ ഈ കൊലവാ രാഷ്ട്രീയം, നിങ്ങൾ ഈ ബോംബ് രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടുത്തെ അമ്മമാർക്ക്, ഇവിടുത്തെ സഹോദരിമാർക്ക് സ്വസ്ഥമായി ജീവിക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുറത്തു പോകുമ്പോൾ, സാമൂഹ്യ പ്രവർത്തനത്തിന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവർ അതേപോലെ രാത്രി തിരിച്ച് നമ്മുടെ വീടുകളിൽ എത്തുമെന്ന ഉറപ്പ് നമുക്കുണ്ടാകണം. വേണ്ടേ? നമുക്ക് സംസ്കൃതമായി ജീവിക്കാൻ കഴിയണ്ടേ? ഞാനൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, ഞാനിവിടെ നിങ്ങളുടെ കോൺഗ്രസ് വേദിയിൽ നിൽക്കുന്നതും തീർച്ചയായിട്ടും ഞാനൊരു കോൺഗ്രസുകാരിയായിട്ടല്ല, ഞാനൊരു ലീഗുകാരിയായിട്ടല്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അഭിമാനത്തോടുകൂടി തന്നെ ഇപ്പോഴും പറയുന്നത് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇവിടുത്തെ പിണറായി വിജയന്റെ CPM-ന്റെ കമ്മ്യൂണിസം അല്ല ആ കമ്മ്യൂണിസം. മനുഷ്യത്വ മനസ്സിലുള്ള, അന്യന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന, ഒരു ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. EMS-ന്റെയും AKG-യുടെയും കൃഷ്ണപിള്ളയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു പാർട്ടി. ആ പാർട്ടിയാണോ ഇന്നത്തെ കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി? ഈ പാർട്ടി ഏത് സമയം ഈ നാട് ഇത്തരത്തിലുള്ള സമാധാനം തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. എന്തിനാണ് പാനൂരിൽ ഇപ്പോൾ ബോംബ് പൊട്ടി ഒരു സഖാവ് മരണപ്പെട്ടു, ഒരാൾ മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിൽ കിടക്കുന്നു, മറ്റ് 2 പേരും ഭീകരമായി പരുക്കുപറ്റി ആശുപത്രിയിൽ കിടക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 40 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരാണ് ഇത് മുഴുവൻ. ഈ ചെറുപ്പക്കാരെ ഇതുപോലെ ബോംബ് ഉണ്ടാക്കാനും ആയുധങ്ങൾ ഉണ്ടാക്കാനും അവരുടെ കയ്യിൽ ബോംബ് കടാരയും കത്തിയും വെച്ചു കൊടുക്കാൻ ഒരു നേതൃത്വം തയ്യാറാകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാർ ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വരികയാണ്. ഞങ്ങൾ ഈ തെരുവിൽ നിന്ന് ഇതിനെ ചോദ്യം ചെയ്യും. ഒരാളെയും ഇതുപോലെ ചോരയുടെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കരുത്. ചോര കണ്ട് മടുത്തിട്ടില്ല എന്നതിന്റെ ഉദാഹരണമാണിത്. ഇപ്പോഴും പറയുന്നു പാർട്ടിക്ക് പങ്കില്ല. എക്കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. DP-യുടെ കൊലപാതകത്തിലും പാർട്ടിക്ക് പങ്കില്ല. മൻസൂറിനെ കൊന്ന സമയത്ത് പാർട്ടിക്ക് പങ്കില്ല. അരിയൽ ഷുക്കൂറിനെ കൊന്നപ്പോൾ പാർട്ടിക്ക് പങ്കില്ല. ശരത്ലാലിനെയും കൃപേഷിനെയും കൊന്നപ്പോൾ പാർട്ടിക്ക് പങ്കില്ല. നിരവധി രക്തസാക്ഷികളുള്ള പാർട്ടിയാണ് CPM എന്ന് പറയുന്നു. ആ പാർട്ടി തന്നെ എങ്ങനെയാണ് വീണ്ടും ഇതുപോലെയുള്ള ആളുകളെ സൃഷ്ടിക്കുന്നിടത്തേക്ക് ഒരു പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത്, അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ഈ ഒരു വിഷയവും ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നിരവധി വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നമുക്കിന്ന് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ? ഒരു സാധാരണക്കാരായ മനുഷ്യന് ഒരു 100 രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരു കടയിൽ പോയി എന്തെങ്കിലും ഒരു സാധനം വാങ്ങാനുള്ള സാഹചര്യം നമുക്കുണ്ടോ? പറ്റുന്നുണ്ടോ? ഒരു 100 രൂപ ഉണ്ടെങ്കിൽ, പണ്ടൊക്കെ ഒരു 100 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാമായിരുന്നു. ഇനി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ? നിത്യോപയോഗ സാധനങ്ങളുടെ വില ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. ഇപ്പം റംസാനും അതുപോലെ തന്നെ വിഷുവും എല്ലാം വന്നിരിക്കുകയാണ്. ഈ പെരുന്നാളിനും വിഷുവിനുമൊക്കെ ചന്തകൾ ഉണ്ടാകും. ഈ ചന്തയിൽ ഒരുപാട് സാധനങ്ങൾക്ക് വില കുറഞ്ഞ് കൊടുക്കും. ഇപ്പോൾ എവിടെയെങ്കിലും ചന്തയിൽ വില കുറഞ്ഞ് കിട്ടുന്നുണ്ടോ? വില കുറഞ്ഞ ഏതെങ്കിലും സാധനം, ഉപ്പിന്റെയും മുളകിന്റെയും അരിയുടെയും ഒക്കെ വില എന്താണ് എന്നതിനെ സംബന്ധിച്ച് എങ്ങനെ ജീവിക്കും എന്ന ഒരു വിഷയം, ഇതിനുത്തരം ഇവിടുത്തെ CPM-കാർ, ഇവിടുത്തെ ഭരണാധികാരികൾ തന്നേ മതിയാവുള്ളൂ. 7 മാസമായി പെൻഷൻ കൊടുക്കാത്തത് ഇവിടുത്തെ സാധാരണ മനുഷ്യർ, പ്രായമുള്ള ആളുകൾ, അവർക്ക് വീട്ടിൽ ഏക ആശ്വാസം അവർക്ക് കിട്ടുന്ന ഈ പെൻഷൻ ആയിരുന്നു 1600 രൂപ. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2-3 പെൻഷൻ ആയിരുന്നത് കിട്ടി വാങ്ങിയിരുന്നവർ അത് പിന്നീട് ഇവർ അധികാരത്തിൽ വന്നത് ഒറ്റ പെൻഷനായി ഏകീകരിച്ചു. ഒറ്റ പെൻഷൻ മതി. ഒറ്റ പെൻഷൻ അത് കൊടുക്കണ്ടേ? അതെന്താ കൊടുക്കാൻ കഴിയാത്തത്? 7 മാസം ഒരു പെൻഷൻ കൊടുക്കാതെ ഈ നാട് ഇതുപോലെ ദുരിതത്തിലാക്കി, സാമ്പത്തികമായ ദുരിതത്തിലേക്ക് ഒരു നാടിനെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഇലക്ഷൻ എടുത്ത സമയത്ത് 1 മാസത്തെ 2 മാസത്തെ കൊടുക്കുമെന്ന് പറയുന്നു. പക്ഷേ പലരുടെയും അക്കൗണ്ടിൽ 1000-1300 രൂപയൊക്കെ എത്തിയിട്ടുള്ളൂ. ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല. അതും തട്ടിപ്പാണ്. അവിടെയും കൊടുക്കുന്നില്ല. ഇത് കൊടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം എവിടേക്കാണ് ഞങ്ങൾ സംസാരിക്കേണ്ടത്? ഈ ഗവൺമെന്റ് അല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്? പക്ഷെ അത് കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ പറയുന്നു